നമസ്കാരം, മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം US വിപണികളെല്ലാം തന്നെ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 0.16%, നാസ്ഡാക്ക് 0.76% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ജെറോം പവലിൻ്റെ കമൻറ്റുകൾ മാർക്കറ്റിനെ കാര്യമായി ബാധിച്ചിട്ടില്ല എങ്കിൽ കൂടി അതിൻ്റെ പോസിറ്റീവ് റിഫ്ലക്ഷൻസ് ഇന്ന് ഡൗ ഫ്യൂച്ചേഴ്സിൽ കാണുന്നുണ്ട്. ജെറോം പവൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് കുറയ്ക്കുമെന്ന്, അതായത് മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി ഉറപ്പാക്കുകയും ബോണ്ട് സെല്ലിംഗ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അത് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നുള്ള മോണിറ്ററി പോളിസി സോഫ്റ്റൻ ആക്കുന്നതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ട് ഡൗ ജോൺസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പോസിറ്റീവായിട്ടാണ്. ഈ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ന് ഏഷ്യൻ വിപണിയിലും പ്രകടമാണ്. ഏഷ്യൻ വിപണികളെല്ലാം തന്നെ ഇന്ന് നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്പി 1% അപ്പാണ്, തായ്വാൻ 1% അപ്പാണ്, ഹാങ്സങ് 1% അപ്പാണ്, നിക്കി 1% അപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഗിഫ്റ്റ് നിഫ്റ്റിയിലും പ്രകടമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 82 പോയിൻറ്റിൻ്റെ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാന രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്, US ഇന്ത്യ ട്രേഡ് ഡീൽ ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നതാണ്. ഈ ആഴ്ച ഡൽഹിയിൽ ചർച്ചകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ US ഇമ്പോർട്ട്സ്, US എനർജിയും US ഗ്യാസ് പോലുള്ള ഇമ്പോർട്ട് ചെയ്യാനുള്ള കരാറുകളും പുതുക്കുന്നുണ്ട്. അതായത് കൂടുതൽ ഇമ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുന്ന US നിന്നുള്ള ഇമ്പോർട്ടുകൾ USൻ്റെ റഷ്യൻ ഓയിലിനെ സംബന്ധിച്ചിട്ടുള്ള USൻ്റെ കൺസേൺസ് ലഘൂകരിക്കുന്നതിന് ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം തന്നെ IMF ഇന്ത്യയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ്സ് ഹൈക്കൻ ചെയ്തിട്ടുണ്ട്, ഗ്രോത്ത് പ്രൊജക്ഷൻസ് കൂട്ടിയിട്ടുണ്ട്. അത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഫാക്ടറാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ ദിവസം കുറച്ച് കറക്ഷനിലേക്ക് വന്നിട്ടുള്ളതും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഡോളർ ഇൻഡെക്സിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള 99 ലെവൽ എന്ന നിലയിൽ തന്നെ ഡോളർ ഇൻഡെക്സ് തുടരുമ്പോൾ ഗോൾഡ് ഇന്നും പുതിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം $4,170 പെർ ഔൺസ് എന്ന രീതിയിൽ നിന്നൊരു കറക്ഷൻ മാർക്കറ്റിന് ഈവനിങ്ങോടുകൂടി കിട്ടിയിരുന്നെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും ഇന്ന് പുതിയ ഹൈയിലേക്ക് വന്നിരിക്കുകയാണ്. ഒപ്പം സിൽവറും ആ രീതിയിലുള്ളൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തിക്കൊണ്ട് മുന്നേറുന്നു. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയുള്ള ടെക്നിക്കൽ ലെവൽസ് തന്നെ വളരെ ക്രൂഷ്യലാണ്. ഇപ്പോഴും മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് 25,330 എന്ന റേഞ്ചിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിവാലിയോടനുബന്ധിച്ച് നമുക്ക് 25,500 എന്ന ലെവലിൽ ഒരു മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. സപ്പോർട്ട് 25,160 എന്ന ലെവലിലാണ്. അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കി ട്രേഡുകൾ എടുക്കുക. റിസൾട്ട് സീസണുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് എസ്റ്റിമേറ്റ്സും അതോടൊപ്പം തന്നെയുള്ള ട്രേഡിംഗ് വൊളാറ്റിലിറ്റിയും എല്ലാം സ്റ്റോക്സിൽ കാണുന്നുണ്ട്. ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ട്രേഡിങ്ങുകൾ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.